റോസ് ചെടികളിൽ പൂക്കൾ ഉണ്ടായി കഴിഞ്ഞ ശേഷം കൃത്യമായി ഡെഡ് ഹെഡിങ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ റോസ് ചെടികൾക്ക് എന്ത് സംഭവിക്കും? അത് നമ്മുടെ റോസ് ചെടിയുടെ വളർച്ചയെ ബാധിക്കുമോ? അതോ നമ്മുടെ റോസ് ചെടികൾക്ക് അത് ഗുണകരമാണോ എന്നെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. അതിനു മുൻപായി നമുക്ക് ചില ചെടികൾക്ക് നമ്മുടെ ഡെഡ് ഹെഡിങ് ചെയ്യുന്നതിന് പകരം ആ പൂക്കൾ അവയിൽ തന്നെ കുറച്ചു ദിവസം കൂടി നിന്നിരുന്നാൽ നല്ല ഭംഗിയുള്ള പൂക്കൾ കാണാൻ പറ്റും. ഈ പൂക്കൾ അതുപോലെ തന്നെ കുറച്ചു ദിവസമായി വിരിഞ്ഞു നിൽക്കുന്നതാണ്. ഇത് ആദ്യമേ കണ്ട 7 ഡേ റോസ് ആണ്. പക്ഷെ ഇവയുടെ കളർ എല്ലാം ചേഞ്ചായി നല്ല ഭംഗിയിൽ നല്ലൊരു പിങ്കിഷ് കളറിലേക്ക് മാറി നല്ല പൂക്കളായിട്ട് ഇപ്പൊ നിൽക്കുന്നുണ്ട്. ഇത് 7 ഡേ റോസ് ആണെന്ന് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ പറയുകയില്ല. അത്രയ്ക്ക് ഭംഗിയാണ് ഇപ്പോൾ ഈ പൂക്കൾ കാണാനായിട്ട്. കൊഴിഞ്ഞു പോയിട്ടില്ല. ഏകദേശം ഒരു 10 ദിവസത്തോളമായി ഈ റോസ് വിരിഞ്ഞു നിൽക്കുന്നു. 7 ഡേ റോസ് എല്ലാവർക്കും അറിയാം, പെട്ടെന്ന് കൊഴിഞ്ഞു പോകാത്ത ഒരിനമാണ്. എന്നാൽ ഇപ്പോൾ നമ്മുടെ ഗാർഡനിലെ എല്ലാ റോസ് ചെടികളിലെയും പൂക്കൾ കൊഴിഞ്ഞു പോയി. എല്ലാം ഇപ്പോൾ ഡെഡ് ഹെഡിങ് ചെയ്യേണ്ട ഒരു സമയമായി ഇരിക്കുകയാണ്. ഈ റോസ് ചെടികളിലെല്ലാം നിറയെ പൂക്കൾ ഉണ്ടായിരുന്നതാണ്. നമ്മൾ നല്ല ഫെർട്ടിലൈസേഴ്സും എല്ലാം കൊടുത്ത് ഇപ്പോൾ നല്ല തളിരുകൾ എല്ലാം ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ എല്ലാം പോയി, പൂക്കളും കൊഴിഞ്ഞ് ഇപ്പോൾ പ്രൂൺ ചെയ്യേണ്ട ഒരു ചെറുതായിട്ട് ലൈറ്റ് പ്രൂണിങ് ചെയ്യേണ്ട ഒരു സമയമായിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് അതെല്ലാം ചെയ്ത് രണ്ടാമത് ഫെർട്ടിലൈസേഴ്സ് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെടികളിൽ നല്ല തളിരുകൾ വരികയും അതിനനുസരിച്ചുള്ള നല്ല പൂക്കൾ ഉണ്ടാവുകയും ചെയ്യാം. ഇനി നമുക്ക് ഡെഡ് ഹെഡിങ് ചെയ്തില്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്ന് നോക്കാം. ഇത് കണ്ടോ, ഈ റോസ് ചെടിയിലെ എല്ലാ പൂക്കളും കൊഴിഞ്ഞു പോയി. എന്നാൽ കൊഴിഞ്ഞ പൂക്കൾ വെട്ടിക്കളയാതിരുന്നപ്പോൾ പുതിയ തളിരുകൾ വരികയും എന്നാൽ അവ അത്രയ്ക്ക് ഹെൽത്തിയായി വളരാതെ വരികയും ചെയ്യും. നമ്മുടെ ചെടികൾക്ക് ആവശ്യമുള്ള പോഷകങ്ങൾ പുതിയ തളിരിലേക്കും പുതിയ വരുന്ന ഷൂട്ടുകളിലേക്കും ചെന്നാൽ മാത്രമേ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബഡ്സ് ഉണ്ടാവുകയുള്ളൂ. അതിനു മുൻപായി നമ്മൾ ഇതുപോലെ പ്രൂൺ ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ ചെടിയുടെ എനർജി മുഴുവനും പഴയ കൊഴിഞ്ഞു പോയ പൂക്കളിലേക്കും അവയ്ക്ക് വിത്തുകൾ ഉണ്ടാവാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്യും. പക്ഷെ നമ്മുടെ പുതിയ തളിരിലേക്ക് ആ എനർജിയും അല്ലെങ്കിൽ അവയുടെ പോഷകങ്ങളൊന്നും കിട്ടാതെ വരികയും ചെയ്യുന്നതോടുകൂടി നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബഡ്സുകൾ ഉണ്ടാക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ ഡെഡ് ഹെഡിങ് തീർച്ചയായും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിനനുസരിച്ച് ചെയ്ത, അതായത് കൊഴിഞ്ഞുപോയ പൂക്കൾ യഥാസമയം കൃത്യമായി കട്ട് ചെയ്ത് കളഞ്ഞാൽ മാത്രമേ നമുക്ക് പുതിയ പുതിയ തളിരുകൾ ഉണ്ടാവുകയുള്ളൂ. അതിനനുസരിച്ച് നമ്മുടെ ചെടി നിറയെ നല്ല ബുഷിയായി വളരുകയും ചെയ്യും. നമുക്ക് ഒരുപാട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. ഇതിലിപ്പോൾ ഞാൻ കട്ട് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയി പോയി. അതോടുകൂടി ഇപ്പോൾ പുതിയ തളിരുകൾ ഉണ്ടായി തുടങ്ങിയിട്ടുമുണ്ട്. പക്ഷേ ഇത് നമുക്ക് ഇപ്പോൾ കട്ട് ചെയ്ത് കളയാം. ഇതിനനുസരിച്ച് നമ്മൾ നല്ല ഫെർട്ടിലൈസേഴ്സ് ഇട്ട് കൊടുത്താൽ തന്നെ നമ്മുടെ ചെടികളിൽ ഒരുപാട് പൂക്കൾ ഉണ്ടായി കിട്ടുകയും ചെയ്യും. പിന്നെ ഒരു പ്രത്യേക കാര്യം എന്ന് പറയുന്നത്, ട്രിപ്സിന്റെ അറ്റാക്ക് വന്ന് നമ്മുടെ പുതിയ തളിരുകൾ കരിഞ്ഞു പോവുകയാണെങ്കിൽ അവ കൂടി ഇതിനോടൊപ്പം തന്നെ കട്ട് ചെയ്ത് മാറ്റേണ്ടതാണ്. എന്നിട്ട് ഇൻസെക്ടിസൈഡ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കും. ഈ റോസ് ചെടി മുൻപത്തെ വീഡിയോയിൽ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, നിറയെ പൂക്കൾ ഉണ്ടായിരുന്ന ഒരു റോസ് ആണ്. ഇപ്പോൾ അതെല്ലാം കൊഴിഞ്ഞു പോയി. നമുക്ക് ഇത് ഇനി പ്രൂൺ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഫെർട്ടിലൈസേഴ്സ് ഇട്ട് കൊടുക്കാം. പക്ഷെ ഇത് പ്രൂൺ ചെയ്തതിനു ശേഷം നമ്മൾ നല്ല ഫംഗിസൈഡ്, ഇവിടെ ഞാനിപ്പോൾ കൊടുക്കുന്നത് സാഫാണ്, നല്ലൊരു ഫംഗിസൈഡ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. എല്ലായിടത്തും ഏതെങ്കിലും ഒരു സ്പ്രെഡിങ് ഏജന്റ് കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ഇലകളിൽ പറ്റിപ്പിടിച്ചിരിക്കാനും പെട്ടെന്ന് തന്നെ ഫംഗസിന്റെ അറ്റാക്ക് എല്ലാം കുറഞ്ഞു കിട്ടാനും എല്ലാ ചെടികളിലും ഈവൻ ആയിട്ട് തന്നെ അവയ്ക്ക് ഫംഗസൈഡ് നമുക്ക് അപ്ലൈ ചെയ്ത് ഇരിക്കാനും പറ്റും. അതല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ വെള്ളമെല്ലാം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഫംഗസൈഡിന്റെ ആ ഒരു ഡോസേജ് എല്ലാം കുറഞ്ഞ് നമ്മുടെ ചെടിയിൽ അത്ര അധികം ആക്റ്റീവായിട്ട് ഇരിക്കണം എന്നില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സ്പ്രെഡിങ് ഏജന്റ് ചേർക്കുകയാണെങ്കിൽ നല്ലതാണ്. ആരുടെയും കയ്യിൽ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അതല്ലെങ്കിൽ കട്ട് ചെയ്ത ഭാഗത്താണെങ്കിലും ഫംഗസൈഡ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇത് കണ്ടോ, പുതിയ ഷൂട്ടുകൾ വന്നു തുടങ്ങിയിരിക്കുകയാണ്. കറക്റ്റ് ടൈമിങ്ങിൽ തന്നെ നമ്മൾ പ്രൂൺ ചെയ്ത് അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കണം. ഒരുപാട് ഹാർഡായിട്ട് കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല, ലൈറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കുക. അതിനനുസരിച്ച് മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെയുള്ള ഫെർട്ടിലൈസേഴ്സ് എല്ലാം ഇട്ട് കൊടുത്താൽ പുതിയ പുതിയ തളിരുകൾ ഇപ്പോൾ ഉണ്ടായി വരികയും ചെയ്യും. നല്ല പൂക്കൾ നമുക്ക് കിട്ടുകയും ചെയ്യും. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് കമന്റിലൂടെ ചോദിക്കുക, ഞാൻ മറുപടി തരുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.